ഹായ്, വെൽക്കം ബാക്ക് മോണോമാർ. ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓഫീസ് ട്രെയിനിങ്ങിനായിട്ട് മുമ്പായിട്ട്. നമ്മൾ 2 ഡോഗുകളെ കൊണ്ടിട്ടാണ്, 2 ഡോബർമാൻസിനെ കൊണ്ടിട്ടാണ്, മെയിൽ ആൻഡ് ഫീമെയിലിനെ കൊണ്ടിട്ടാണ് പോകുന്നത്. എങ്ങനെയുണ്ട് ഇവരുടെ ബിഹേവിയർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട്. കൂളാ പോയിട്ട് അവളെ പാക്ക വേണം. ഇന്നേക്ക് നമുക്ക് ലെഫ്റ്റിലേ പോയിട്ടില്ല, അല്ലാതെ സ്ട്രേറ്റേ പോയിട്ട് 2 പേരും ഒന്നായി പോയിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടുത്തെ 4ാമത്തെ ദിവസമാണ്. 2 ഡോബർമാൻസിനെയാണ് നമ്മളിന്ന് ഓഫ് ലീഷ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ലേഡീസാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേഡീസിന് ഞാൻ എക്സ്പെഷ്യലി എടുത്തു പറയാനുള്ള കാരണം, പലർക്കും പല ധാരണകളുണ്ട്. ഇത് മെൻസിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്, ഇത് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ്. അങ്ങനെയൊന്നുമില്ല. ഡോഗുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആണാണോ പെണ്ണാണോ എന്നൊന്നുമില്ല. പിന്നെ ഔട്ട്സൈഡിലുള്ള ഓഫ് ലീഷ് വാക്കിങ്ങും ഒക്കെ. അപ്പോൾ എന്ത് ആണുങ്ങൾ ചെയ്താലും അത് ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. അത് ഞാൻ ഒരു ആണുങ്ങളെ ചെറുതാക്കിയിട്ട് പറയൂ, പെണ്ണുങ്ങളെ ഇതാക്കിയിട്ട് പറയട്ടെ. പക്ഷേ ഇതൊരു ചെറിയൊരു കാര്യമാണെന്നാണ് പറയേണ്ടത്. അത് ഇത്രയ്ക്ക് വലിയൊരു സംഭവമല്ല. ഞാൻ പിന്നെ ഇവരിപ്പോൾ 2 ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുന്നതും, ഇവർ 2 ആ സ്നേഹത്തിന് വേണ്ടിയിട്ട്, ആ പെറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരിതിലാണ് ആ ഫീമെയിൽ ഇങ്ങനെ കിടന്ന് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു ലോയൽ ക്യാരക്ടറാണ് ആ ഫീമെയിലിൻ്റെ. ആരുടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഓടി നടക്കും. ആ ഫെസ്റ്റൻ ഇറങ്ങി വരുമ്പോൾ 2 അടുത്ത് ഒരുമിച്ച് നടന്നു പോയോ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ 2 ഒരുമിച്ച് നടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോഗ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നടന്നു. എവിടെ അവളെവിടെ, അവളെവിടെ. ഇവർ സിസ്റ്റേഴ്സാണ്. അപ്പോൾ അങ്ങോട്ടുള്ള ആ ഒരു ഇതിൽ വരികയും പിന്നെ ആ ഒരു ഫസ്റ്റത്തെ ആ റൂട്ടിൽ, ഇപ്പോൾ മെയിൻ റോഡിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഫസ്റ്റത്തെ ആ റൂട്ടിൽ എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ഫെസ്ട്രേഷൻ ഉണ്ടാവും. ഫെസ്റ്റനെ കണ്ടില്ലേ, നമ്മൾ ഡോഗിനെ തുറന്നു വിടുമ്പോൾ തന്നെ അവർ അങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഇരുത്തി ഒന്ന് ഫോട്ടോഷൂട്ട്, ഒരു 2 ഫോട്ടോ വേണമെന്ന് അവർ വലിയ ആഗ്രഹമായിരുന്നു. ഇവർ 2 ഒരുമിച്ച് ഇരുത്തിയിട്ട്. അപ്പോൾ നോക്കിയോളൂ, ഒരു 3 ഇയർ ആവാറായി ഇവർക്ക്. ഇതുവരെ ഒപ്പം വെച്ചിട്ടൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. 2 ഒരുമിച്ച് മര്യാദയ്ക്ക് വെച്ചിട്ട്. അത് വലിയൊരു കാര്യമായിട്ടല്ല പറയണത്, അത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡ് ആണ് ഇവർ. പിന്നെ ഇവരെ ഡോബർമാൻസിനെ അറിയാമല്ലോ, അവരുടെ ഒരു അഗ്ലിറ്റിയുടെ ഒരു ഇത് കാണിക്കുക അവർ. അപ്പോൾ മാക്സിമം ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോഗ്സുള്ള പല ആൾക്കാർക്കും ഇതൊരു നല്ല ഒരു ഉപകാരമായിരിക്കും. ഇപ്പോൾ ഞാൻ മാക്സിമം എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡബ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഒരാളാണ് പോയിക്കൊണ്ടിരിക്കണുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമുള്ള കാര്യമല്ല. ആ ഡോഗ്സ് 2 ഒരാളെ ഫോളോ അപ്പ് ചെയ്ത് വന്നിരുന്നതാണ്. ഇന്ന് ഇപ്പോൾ 2 നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ബാക്കോട്ടും ഒരാൾ ഫ്രണ്ടിലാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരാളുടെ ഒപ്പം തന്നെ നടക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ടായിട്ട് ആ ഡോഗ് പല സ്മാർട്ട്നെസ്സും കാണിക്കും. 2 ഡോഗുകളുണ്ടെങ്കിൽ പെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പല ഡോഗുകളും കാണിക്കണം, പല അഭ്യാസങ്ങളും കണ്ടിട്ടില്ലേ. ഞാൻ മിടുക്കനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ആ ഹ്യൂമൻസിൻ്റെ ആ ഒരു അവബോധമില്ല അവർക്ക്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓവർ സ്മാർട്ട്നെസ്സാണെന്ന് വിചാരിക്കും എന്നുള്ളൊരു അവബോധമില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 4 ദിവസം കൊണ്ട് തന്നെ ഇവർ 2 ഡോഗ്സ് മാത്രമല്ല 2 ഹാൻഡ്ലേഴ്സും നല്ല രീതിയിൽ പഠിച്ചതിന് ഞാൻ അവരെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പലപ്പോഴും പലരും അടുത്ത് പറഞ്ഞ പോലെ ഷൈ ആയിട്ടും അത് നടക്കില്ല എന്നുള്ളൊരു പോലെയൊക്കെ പലരും അത് സമ്മതിക്കാറില്ല. പക്ഷേ ഇവരെ ആ ധൈര്യത്തിന് ഞാൻ എന്തായാലും സമ്മതിച്ചിരിക്കുന്നു. കാരണം ഷാദിയൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു 1 ഇയറായിട്ട് തന്നെ നമ്മളെ ഈ ഒരു വർക്കിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു 2 ഇയറായിട്ട് തന്നെ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പല തിരക്കുകൾ കൊണ്ടും നമുക്കത് വരാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പല ഫോളോവേഴ്സിനും അറിയാം. ഇപ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസുകൾ ഇട്ട് തുടങ്ങിയത്. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ അപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ട ഡോബർമാൻ കണ്ട എന്തോരം വികൃതികളെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ട. ആ ഫീമെയിൽ, അതായത് ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഇത്തിരി ചെറിയ ഡോഗ്. മെയിൽ ഡോഗ് കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി ആയിട്ടുണ്ട്. ഫീമെയിലിന് ആ ഒരു കളി മാറിയിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്,
ഔട്ട്സൈഡിൽ നിന്നുള്ള വേറെയുള്ള ഡോഗ്സുകളൊക്കെ വരുമ്പോൾ ഈ മെയിൽ ഡോഗ് ആ ഫീമെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ പോലെ അവരുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ ഡൊമിനൻ്റായിട്ട് പോകും. ഫീമെയിലിനും പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇവരും പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഫീമെയിലിനായിട്ടും ഡൊമിനൻ്റാണ് ഞാൻ നല്ല കറേജുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പെട്ടെന്ന് തന്നെ പോയിട്ട് ഔട്ട്സൈഡിലുള്ള ഡോഗ്സിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. പിന്നെ നമുക്ക് ഇത്ര ദിവസം കൊണ്ട് തന്നെ വാച്ച് ചെയ്തിട്ട് ആ ഒരു അഗ്രഷനുകളും ഹ്യൂമൻ അഗ്രഷൻ, എനിമൽ അഗ്രഷനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെയുള്ള ആൾക്കാരെ കടിക്കുമോ എന്നുള്ള പേടിയൊന്നുമില്ല. എനിക്ക് തീർച്ചയായിട്ടും ഇല്ല, അവർക്കും അതില്ല. പലവർക്കുള്ളതുണ്ടെന്നുണ്ട്. ഏത് സമയത്തും എനിമലല്ല, അതിൻ്റെ സ്വഭാവം മാറാം, അങ്ങനെ ഒരില്ല. മനുഷ്യൻ്റെ സ്വഭാവം വേണമെന്ന് വെച്ചാൽ മാറാം. ഒരിക്കലും ഒരു എനിമൽ എന്ന് പറയുമ്പോൾ പല എനിമലുകളെയും പെടുത്താം. എന്നിരുന്നാലും ഡോഗിൻ്റെ സ്വഭാവം മാറില്ല. മനുഷ്യൻ്റെ ആദ്യത്തെ സുഹൃത്താണ്. അതിൻ്റെ മനസ്സ് ശരിക്ക് അറിഞ്ഞ് അതിൻ്റെ ബിഹേവിയറിങ്ങിനെ നമുക്ക് മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞ ഒരു ഡോഗ് ബിഹേവിയറിസ്റ്റ്, നല്ലൊരു ബിഹേവിയറിസ്റ്റ് ആണെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും ആ ഡോഗ് അടുത്ത മൂവ്മെൻറ്റ് എന്താണ്, അതെന്തൊക്കെ ഔട്ട്സൈഡിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. പിന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അൺഫോർച്യുനേറ്റ്ലി അവർ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇത്ര റഷുള്ള ഇതുകളാകുമ്പോൾ ബൈക്കുകാർ വീഴാനുള്ള ചാൻസുകളുണ്ട്. ചിലപ്പോൾ പല കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകാനുള്ള ചാൻസസുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു റൂട്ടിൽ കൂടെ ആ 2 ദിവസം നടന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് അത്ര പേടിയുള്ള ആൾക്കാരൊന്നുമല്ല നമ്മുടെ ഈ തമിഴ്നാട്ടിൽ കാഞ്ചീപുരത്ത് ഇവിടെ ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. പട്ടീനെ കണ്ട ഓടി പോകുന്ന ആൾക്കാരൊന്നും. കാരണം ഇവിടെ കുറേ അമ്പലങ്ങളും പല ഇതുകളൊക്കെ ഉണ്ട്. പല അമ്പലങ്ങളുടെ പുറത്തും 20ഉം 15ഉം ഡോഗ്സാണ് കിടക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഔട്ട് ഓഫ് കൺട്രികളിലൊക്കെ ആണെങ്കിൽ ഓഫ് ലീഷ് ട്രെയിനിങ് ഒക്കെ അലൗഡാണ്. നമ്മുടെ ഇന്ത്യയിൽ അലൗഡല്ല, ഇത് ലീഗലല്ല എന്നൊക്കെ പറയും. ഒരിക്കലും അങ്ങനെയില്ല. അങ്ങനെ ഒരു നിയമവും എവിടെ എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ സ്ട്രേ ഡോഗ്സിനെ കൊണ്ട് സ്ട്രേ ഡോഗ്സ് ഇത്ര അധികം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പിടിച്ചു കെട്ടി സ്ട്രേ ഡോഗുകൾ ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ വരുള്ളൂ. പർട്ടിക്കുലർ വില്ലകൾ, പർട്ടിക്കുലർ പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഓഫ് ലീഷ് അനുവദിക്കുന്നില്ല എന്നുള്ള ആ ഒരു ഹൗസിങ് കോളനികളിലൊക്കെ ഇതാക്കിയിട്ടുണ്ടാവും. അല്ലാണ്ട് പബ്ലിക് പ്ലേസിൽ നമ്മുടെ ഡോഗിനെ ഓഫ് ലീഷ് നടത്താൻ പാടില്ല എന്നുള്ള ഒരു നിയമം നമ്മുടെ ഇന്ത്യയുടെ ഇതിലില്ല. നമ്മുടെ അപ്പോൾ ദേശീയത വീഴാൻ പോയി. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പല റൂൾസുകളും ബ്രേക്ക് ചെയ്തിട്ടുള്ള റൂൾസുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രൊഫഷണലി ഓഫ് ലീഷ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഷൂ ഇടണം. ഷൂ ഇട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലോസിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ ചെരുപ്പ് ഇങ്ങനെ ഇതാക്കിയിട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ലെഗൊക്കെ നല്ല ലോഡ് ചെയ്ത് വെക്കണം. ലെഗാണ് അവർക്കുള്ള ഇൻഡിക്കേഷൻ. അവർക്ക് ആ സമയത്ത് നമ്മുടെ മുഖം നമ്മൾ ഏത് സ്പീഡിലാണെന്നൊക്കെ അറിയാൻ പറ്റണത് നമ്മുടെ ലെഗിൻ്റെ പൊസിഷനിൽ അവർ ടച്ച് ചെയ്ത് നടക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ലെഗ് പൊസിഷൻ നമ്മൾ കറക്റ്റായിട്ട് വയ്ക്കുക. അവർ ഓവറായിട്ട് ലോഡ് ചെയ്യുമ്പോഴും നമ്മൾ ആ സൈഡിലോട്ട്, അവരേത് ഭാഗത്തേക്കാണോ ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ലോഡ് ചെയ്ത് പോകണം. പിന്നെ ഔട്ട്സൈഡിലുള്ള സ്ട്രേ ഡോഗ്സുകളൊക്കെ പ്രൊവോക്ക് ചെയ്ത് വരുന്നതിന് മുമ്പായിട്ട് അഡ്വാൻസ് ആയിട്ട് ഏതൊക്കെ കമാൻഡുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമാൻഡുകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞിടാം. പാരഷായിട്ടുള്ള ആ ഒരു ഏരിയയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് രണ്ടാൾക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അതാണ് അവരുടെ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു ഇത് മാറുന്നത്. ഇപ്പോൾ എത്രയൊക്കെ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വരുന്ന സ്ഥലങ്ങളിലുള്ള നമ്മുടെ ഹാൻഡ്ലൈഡ്സിൻ്റെ മൂവിങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരിത്തിരി ഭയന്നിട്ടാണോ കുറച്ച് ഷൈ ആയിട്ടാണോ നടക്കണമെന്ന് അവിടെ മനസ്സിലാവും. ഇതിപ്പോൾ വലിയ റഷില്ലാത്തൊരു ഏരിയയിലാവുമ്പോൾ അവരുടെ മൂവ്മെൻറ്റുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡോഗുകളുടെ മൂവ്മെൻറ്റുകൾ നോക്കും, എന്ത് നല്ല രീതിയിലാണ് അവർ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ നിന്ന് വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്വേതയുടെ അടുത്തും സിസ്റ്ററുടെ അടുത്തും നമ്മൾ ചോദിച്ചു, ഇങ്ങനെ ഓഫ് ലീഷ് ചെയ്യാൻ നിങ്ങൾ ഔട്ട്സൈഡിൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഒന്ന് അതിശയിച്ചിട്ട് ചോദിച്ചു എന്താണ്. അപ്പോൾ പറഞ്ഞു സാറിൻ്റെ വീഡിയോസുകൾ നമ്മൾ 2 ഇയറായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടത്താം എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ഇവരവിടെയുള്ള ബെൽജിയം മെലിനോയ്സ് ഭയങ്കര അഗ്രസീവ് ഡോഗാണ്. ഇവരെ എന്നെ പല സിറ്റുവേഷൻസുകളിൽ കടിച്ചിട്ടുണ്ട് ആ ഡോഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന് ഇതെന്തായാലും ശരിയാക്കാൻ പറ്റും, അതുകൊണ്ടാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് പറ്റാണ്ടിരുന്നൊരു കാര്യമാണ്. അതൊരു വലിയ സംഭവമായിട്ടല്ല പറയണത്. എന്നിരുന്നാലും നമുക്കിത് വരാൻ പറ്റിയില്ല അതിനുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഒരാളാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്തിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഫോളോവേഴ്സിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലുള്ള പല ആൾക്കാരും മെസ്സേജ് അയച്ചിട്ട് വളരെ നാളുകളോളം വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് വന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ മലയാളികൾ കുറവാണെങ്കിലും മലയാളികളുണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ ഒരാൾ തന്നെയാണ്, ഒരാൾ പോയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
പല സ്ഥലങ്ങളിലോട്ടും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനാണെങ്കിലും നല്ല ട്രെയിനേഴ്സിനാണെങ്കിലും സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നിട്ടും അവരത് ചെയ്യാൻ പറ്റാണ്ട് പലപ്പോഴും വരുമ്പോൾ ഉള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നീട് ഫോൺ എടുക്കാണ്ടിരിക്കുന്നതും മെസ്സേജിന് റീപ്ലൈ കൊടുക്കാതിരിക്കുന്നതൊക്കെ. പിന്നെ ഒരാൾ തന്നെ ട്രാവൽ ചെയ്ത് എത്രത്തോളം ട്രെയിനിങ് ചെയ്യാൻ പറ്റും, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാക്സിമം നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ അറിയായിരിക്കും നമ്മൾ ഫുൾ ടൈം ഡ്യൂട്ടിയിൽ തന്നെയാണ്. എവറി ടൈം നമ്മൾ എന്നും നമ്മുടെ സ്റ്റോറികളിലൊക്കെ ഒരു വർക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ തന്നെ ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാവലിങ്ങും അവിടെയുള്ള സ്പെൻഡ് ചെയ്യാനുള്ള ടൈമും പിന്നെ തിരിച്ചൊരു സ്റ്റേറ്റിലോട്ട് വരുന്നതും ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പെട്ടെന്ന് തന്നെയുള്ള ആൾക്കാരെ മുമ്പ് ഉള്ള ആൾക്കാർക്ക് ഫസ്റ്റ് തന്നെ ഒരു ഇത് കൊടുക്കാത്തതിൻ്റെ കാരണം ഇവിടെയുള്ള തന്നെ നമുക്ക് തീർത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാവലിങ്ങിൻ്റെ ഇതുകൾ നമുക്ക് പലപ്പോഴും കുറയ്ക്കാം. പിന്നെ ഈ ഹോൾഡ് ചെയ്ത് നടക്കുമ്പോഴൊക്കെ തന്നെ ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഹോൾഡ് ചെയ്ത് നടക്കുമ്പോഴന്നെ നമ്മൾ ഇവരെ ഫ്രീ കമാൻഡും കൂടി പഠിപ്പിക്കണം. ഫ്രീ എന്നുള്ള കമാൻഡ്, പിന്നെ പുഷ് എപ്പോഴാണ് ബ്രേക്ക്, അങ്ങനെ ഈ 3 കമാൻഡുകളാണ് ഇതിലുള്ളത്. ഇനഫ്, ക്യുക്ക്, പുഷ് എന്ന് പറഞ്ഞിട്ടുള്ള 3 കമാൻഡ്. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ പോലെ എപ്പോഴും ഞാൻ പറയുന്നതാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അറിയാത്ത ആൾക്കാർക്കാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് ഡോഗുകൾ പ്രവോക്ക് ചെയ്യണം. ഇതിനായിട്ട് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴൊക്കെ ഏത് കമാൻഡുകൾ പറയണം അഡ്വാൻസ് ആയിട്ടെന്നൊക്കെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു ദിവസം അവർക്ക് ഫ്രീ കമാൻഡ് നല്ല രീതിയിൽ പഠിപ്പിക്കാം. അപ്പോൾ ഫ്രീ കമാൻഡ് ആക്കുന്നതിന് മുമ്പ് നമ്മുടെ മൂവ്മെൻറ്റൊക്കെ മാറണം, ഫ്രീ പോലെ ആയിരിക്കണം. ഈ അറ്റൻഷനിൽ തന്നെ നടന്നിട്ട് ഫ്രീ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ ഒബ്സർവ് ചെയ്യില്ല. അവർ പഠിച്ചുകൊണ്ടിരിക്കണല്ലോ, ഞാൻ പറഞ്ഞല്ലോ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഫ്രീ കമാൻഡ് ലാസ്റ്റ് പോകുമ്പോൾ അവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയാക്കണം ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡോഗിനെയും കൂടി നല്ലപോലെ ബോഡിയിൽ ടച്ച് ചെയ്യണം. അതായത് ഒരു ഇൻഡിക്കേഷനാണ് അത് കൊടുക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ടച്ച് ചെയ്യരുതെന്ന് പറയുന്നത് അവർ കൂടുതൽ പെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പീഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫ്രീ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അപ്പോഴാണ് അവരും കൂടിയിട്ട് അങ്ങോട്ട് ഓടിപ്പോകും. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കി നോക്കാം. ബോഡിയിൽ ടച്ച് ചെയ്യാണ്ടാണ് ഈ വട്ടം അവർ പോയത്. നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ശരിയാക്കാം. പല ആൾക്കാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നവരെ ബൈ ബൈ.